ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആതിര അയച്ച ഡിവോഴ്സ് നോട്ടീസിൽ സന്ദീപ് ഒപ്പിട്ടതറിഞ്ഞ് ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ സന്ദീപിനെ വന്ന് തല്ലുന്നുണ്ട് സച്ചി. അവർ രണ്ടുപേരും ഇപ്പോൾ വലിയ വഴക്കിലാണ്. ആരുടെ വാക്ക് കേട്ടാൽ നീ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് നന്നായി അറിയാം, ഇതിനെ നീ അനുഭവിക്കും എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, എടാ മാറടാ എന്ന് പറഞ്ഞ് സച്ചിയെ തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവളെക്കൊണ്ട് നോട്ടീസ് അയപ്പിച്ചത് ആരാ? നീയല്ലേ? എൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവളെ വിളിച്ചതല്ലേ, അപ്പോൾ അവൾ വന്നില്ലല്ലോ. ആരാ കാരണം? താൻ ഒറ്റൊരുത്തനാ കാരണം. എൻ്റെ മോളെ കാണാൻ ഞാൻ വന്നപ്പം അവളെ നിങ്ങൾ കാണിച്ചില്ലല്ലോ. അവൾക്കും മോൾക്കും എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവരെയും വേണ്ട, എനിക്ക് ആരും വേണ്ട എന്നൊക്കെ വളരെയധികം ദേഷ്യത്തോടെ പറയുന്നുണ്ട് സന്ദീപ്. വായെടുക്കടാ എന്ന് സച്ചി പറയുമ്പോൾ പോടാ എന്ന് സച്ചിയെ വിളിക്കുന്നുണ്ട് സന്ദീപ്. ഇവർ തമ്മിൽ വഴക്കിടുന്നത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മൂർത്തി ഇതെല്ലാം ഫോണിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ ഡിവോഴ്സ് നോട്ടീസ് കാണുമ്പോഴെങ്കിലും നീ അവളുടെ മോളുടെയും എടുത്ത് തിരിച്ചു വരുമെന്ന് അവൾ കരുതി. അത് അവളുടെ പൊട്ടത്തരം. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, കൂടെ ജീവിക്കുന്ന ഭാര്യയെ മനസ്സിലാക്കാൻ പഠിക്കണം എന്നൊക്കെ സച്ചി പറയുമ്പോൾ സച്ചി കളിയാക്കി ചിരിക്കുന്നുണ്ട് സന്ദീപ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കുറേ മനസ്സിലാക്കിയല്ലോ, എന്നിട്ട് എവിടെ പോയി? നിങ്ങളുടെ ഭാര്യയും മോളും ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തോ എന്ന് സന്ദീപ് ചോദിക്കുന്നതായിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സന്ദീപിനെ കൊളറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, അതേടാ, എൻ്റെ ഭാര്യയ്ക്കും മോൾക്കും വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കൊല്ലും നിന്നെ ഞാൻ. ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, എന്ത് അനാവശ്യം? ഏടോ തനിക്ക് നാണമില്ലേടോ? കാണാതെ പോയ തൻ്റെ ഭാര്യയും മോളെയും അന്വേഷിച്ച് ഇത്രയും വർഷം ഇങ്ങനെ നടക്കാൻ? അതിൻ്റെ പേരും പറഞ്ഞ് 24 മണിക്കൂറും ഒരുത്തിയുടെ കൂടെ കറങ്ങി നടക്കുന്ന താനാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? എന്നിട്ട് സന്ദീപ് ഇപ്പോൾ ആ കാറിൽ ചെന്ന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നത്, ഈ കാറ് കണ്ടോ, ഇതെൻ്റെ അവന്തികേട്ടത്തി എനിക്ക് വാങ്ങി തന്നതാ എന്ന് സന്ദീപ് പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, കാറും പത്രാസും ഒക്കെ കാണിച്ച് നിന്നെ അവൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ ചങ്ക് പൊട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് നീ മറന്നുപോയോ? അന്ന് നെല്ലിച്ചയുടെ മുമ്പിൽ നമ്മുടെ അച്ഛൻ തളർന്നു വീണപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആ ഗേറ്റിന് മുന്നിൽ ചെന്ന് ഒരു വണ്ടി തരുമോ എന്ന് അർച്ചന പോയി യാചിച്ചതാ അവൾ. പക്ഷെ വണ്ടി തന്നില്ല. അവളിപ്പോൾ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് അവളുടെ ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലാതെ നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ല. അവളുടെ ഡ്രൈവറായിട്ടും ആയിട്ടൊക്കെ നടക്കാൻ നിനക്ക് നാണമില്ല. ഇതിനേക്കാൾ ഭേദം നീ ഒരു മുഴം കയറിൽ തൂങ്ങിച്ചാകുന്നതാ. അവന്തിക്ക് നിന്നെ പാടുകുഴിയിൽ വീഴ്ത്തും. അന്ന് നിന്റെ കൂടെ ആരും ഉണ്ടാകില്ല എന്നൊക്കെ സച്ചി ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ പറയുന്നു. എന്നാൽ സന്ദീപ് ഇതൊന്നും തന്നെ വകവയ്ക്കുന്നില്ല. ഒരു പുച്ഛഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് സന്ദീപ്. ഇനി ആ വീടിൻ്റെ 7 ഇലകത്തേക്ക് പോലും നീ വന്നു പോകരുത് എന്ന് പറഞ്ഞ സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്ന അവന്തികയാണ്. മൂർത്തി ഇപ്പോൾ അവർ രണ്ടുപേരും കടന്ന് ബഹളം വെക്കുന്നത് ഷൂട്ട് ചെയ്തത് അവന്തികയെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അവന്തിക. കൊള്ളാം മൂർത്തി, ഇതിന് മൂർത്തി എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. സച്ചി ഒരു ക്രിമിനലാണെന്ന് തെളിയിക്കാൻ ഇതിലും വലിയ തെളിവ് കിട്ടാനില്ല എന്ന് അവന്തിക പറയുമ്പോൾ, ഇതൊക്കെ ഒരു തുടക്കമല്ലേ മാഡം, ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു എന്ന് മൂർത്തി പറയുന്നുണ്ട്. സന്ദീപിനെ ആദ്യം കൂടെ കൂട്ടുമ്പോൾ എനിക്കൊരു ഭയമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വിശ്വസിക്കാം അവനെ കൂടെ കൂട്ടാൻ കൊള്ളുമെന്ന്. അവൻ നമ്മുടെ പക്ഷത്തായി കഴിഞ്ഞു എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, സംശയം എനിക്കും ഉണ്ടായിരുന്നു എന്ന്. ഉടനെ അവന്തിക പറയുന്നു, എന്തായാലും ഇവനെ വിശ്വസിക്കാം. സന്ദീപ് ഇപ്പോൾ പൂർണ്ണമായും സച്ചിയുടെ ശത്രുവായി മാറിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മൂർത്തി പറയുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ കളി. സന്ദീപിനെ കൊണ്ട് സച്ചിക്കെതിരെ കേസ് കൊടുപ്പിക്കണം. എന്നിട്ട് വധശ്രമത്തിന് കേസെടുത്ത് അവനെ ജയിലിൽ അടയ്ക്കണം. ശശി എത്രയും കാലം ജയിലിൽ കിടക്കുന്നോ അത്രയും നമുക്ക് സമാധാനം കിട്ടും. ആ ശശിയും ആ വക്കീൽ പെണ്ണുമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ശല്യമായി നിൽക്കുന്നത്. അവനെ തകർക്കാൻ തൽക്കാലം ഇത് മതി എന്ന് ഫോൺ നോക്കി പറയുന്നുണ്ട് അവന്തിക. കേസ് കൊടുക്കാൻ സന്ദീപ് സമ്മതിക്കുമോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ, അവനെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം എന്ന് അവന്തിക പറയുന്നുണ്ട്. അനിയനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ചേട്ടൻ ജയിലിൽ. ഇത് ഞാൻ സച്ചിക്ക് കൊടുക്കുന്ന സമ്മാനമായിരിക്കും. ഇത്രയും പറഞ്ഞ് അവന്തിക ആ ഫോൺ നോക്കിയ അവർ തല്ലുകൂടുന്നത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. മൂർത്തിയും വളരെയധികം സന്തോഷത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഇപ്പോൾ ആരതി വക്കീലിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് സച്ചി പറയുന്നത്, ഈ ചതി വക്കീൽ എന്നോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സച്ചി ആരതിയോട് പറയുന്നു. സച്ചി ഒന്ന് സമാധാനപ്പെടും, ഞാനൊന്ന് പറയട്ടെ എന്ന് ആരതി പറയുമ്പോൾ, വേണ്ട, എനിക്ക് വക്കീലിൻ്റെ ഇനി ഒരു ദയയും വേണ്ട. വ്യക്തിപരമായ അടുപ്പമൊക്കെ ഞാൻ ഇതോടുകൂടി ഉപേക്ഷിക്കുക. ഒരു വക്കീലും കക്ഷിയും അത് മാത്രം മതി ഇനി നമുക്കിടയിൽ എന്ന് പറയുന്നുണ്ട് സച്ചി. ഇത് കേട്ട് വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് ആരതി. എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. സച്ചി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു, പക്ഷെ ഞാൻ പറയുന്നത് കൂടി ഒന്ന് വക്കീൽ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ എവിടെയൊക്കെ പോയി, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി, എന്തൊക്കെ സംസാരിച്ചു, എന്നിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ.
അന്ന് ആ നോട്ടീസ് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആതിര എന്നോടെല്ലാം പറഞ്ഞു. അവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. എന്നിട്ട് എന്തായി? അവൻ പേടിച്ചോ? ഇല്ല, അവൾ പേടിച്ചു. ഞങ്ങളെല്ലാവരും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കും എന്ന് സച്ചി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വളരെയധികം വിഷമത്തോടെ തന്നെ ആരതി പറയുന്നുണ്ട്, ഞാനിത് സച്ചിയോട് പറഞ്ഞില്ല, അതെൻ്റെ തെറ്റ് തന്നെയാണ്, പക്ഷേ അത് പറയാതിരുന്നതിനുള്ള കാരണം എന്താണെന്ന് കൂടി സച്ചി അറിയണം എന്ന് പറഞ്ഞ് ആതിര എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സച്ചിയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ സത്യം ചെയ്യിപ്പിച്ച കാര്യങ്ങളും എല്ലാം പറയുന്നു എന്നൊക്കെ വക്കീൽ പറയുന്നത് കേട്ട് സച്ചി ഇപ്പോൾ പറയുന്നുണ്ട്, എന്നാലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും ഒന്നും ഇവിടെ ഒരു വിലയുമില്ല. പക്ഷേ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എന്നെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ, സോറി സച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ തമ്മിൽ മനസ്സും വിഷമങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളല്ല. വക്കീലിന് മുന്നിൽ ഞാൻ വെറും ഒരു കക്ഷി, പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൊണ്ടു നടക്കാൻ പാടില്ലാത്ത വെറും ഒരു കക്ഷി മാത്രം എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടത്തോടെ പോവുകയാണ് സച്ചി അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ട് ആരതി, അതും വളരെ വിഷമത്തോടെ തന്നെ. എന്നാൽ അതൊന്നും കേൾക്കാതെ ഇപ്പോൾ സച്ചി പോകുന്നു. വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് ആരതി. ശേഷം കാണിക്കുന്നത് വീണ്ടും അവന്തികയാണ്. അവന്തികയെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് ഇപ്പോൾ ശോഭനയെ വിളിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടെ ഇപ്പോൾ ശോഭന എടുത്ത് സംസാരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ പോകാനുള്ള ലഗേജ് എല്ലാം പാക്ക് ചെയ്തു, എല്ലാം ശരിയാക്കി. എനിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ള ടെൻഷനാണ് എന്നൊക്കെ ശോഭന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാം റെഡിയാക്കി, പക്ഷേ അതല്ല, ഞാനിപ്പോൾ അവസാന നിമിഷം എനിക്കൊരു കാര്യം തോന്നി, അത് പറയാനാണ് വിളിച്ചത് എന്ന് അവന്തിക പറയുമ്പോൾ, എന്താ മോളെ, എന്താ കാര്യം എന്ന് ശോഭന ചോദിക്കുന്നുണ്ട്. ആശ്രമത്തിൽ ഗോകുലിൻ്റെയും സമൃദ്ധിയുടെയും ഒപ്പം അവിടെ അമ്മയും കൂടെ ഉണ്ടായേ പറ്റൂ. ഇത് കേട്ട് ശോഭന ചോദിക്കും, ഞാനെന്തിനാണ് വരുന്നത്? അവിടെ വെച്ച് എന്തെങ്കിലും പാളിപ്പോയാൽ ആ ഗോകുൽ എന്നെ അവിടെ വെച്ച് പച്ചയ്ക്ക് കത്തിക്കും. എനിക്ക് വയ്യ മോളെ എന്ന് പറയുന്നു. ഉടനെ അവന്തിക പറയുന്നു, എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇത് അമ്മയുടെ മക്കൾക്ക് വേണ്ടിയാണ്. അമ്മയുടെ മക്കളും ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ ആ ആശ്രമത്തിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി എനിക്കറിയണം. പൂജ നടക്കുമ്പോൾ അമ്മ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുറത്ത് നിന്ന് കളി നിയന്ത്രിക്കാൻ പറ്റൂ. എന്തായാലും അമ്മ വേഗം റെഡിയായി ഗോകുലിനോട് പറയും, ഞാനും കൂടെ വരുന്നുണ്ട് എന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയിൽ വെച്ച് ഞാൻ പറയാം എന്ന് അവന്തിക പറയുമ്പോൾ, ശരിയാ മോളെ, നീ പറയുന്നത് ശരിയാ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചതിക്കും കൂട്ടു നിൽക്കും. സമൃദ്ധിക്ക് ഓർമ്മ വരുന്ന തടയാൻ ഞാൻ എന്തും ചെയ്യും. എങ്കിലെല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞവർ രണ്ടുപേരും ഇപ്പോൾ ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണം. കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുക എന്ന് കേട്ടിട്ടില്ല, അത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെ മുൻനിർത്തി ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിക്കും. നാളെ ഒരു പ്രശ്നം വന്നാൽ കുറ്റക്കാരി നിങ്ങളായിരിക്കും, ബുദ്ധി ഉപദേശിച്ചവൾ ഞാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അവന്തിക. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗോകുലും അർച്ചനയും കൂടി രാജീവിനെ കാണാനായി റൂമിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവർ ഒരു യാത്ര പോവുകയാണെന്ന്. എവിടേക്കാ, ഒരുപാട് ദൂരെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രാജീവ്. ഉടനെ അർച്ചന പറയുന്നു, ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന്. എന്തിനുള്ളതാണെന്ന് ഇങ്ങനെ രാജീവ് ഇങ്ങനെ പതിയെ ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, സമൃദ്ധിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതിനാണെന്ന്. ഇത് കേട്ട് വല്ലാതിരിക്കുന്നുണ്ട് രാജീവ്. ഉടനെ ഗോകുൽ ചോദിക്കുന്നുണ്ട്, സമൃദ്ധിക്ക് ഓർമ്മ കിട്ടുന്നത് നല്ല കാര്യമല്ലേ എന്ന്. ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ രാജീവ് ഇപ്പോൾ സച്ചി അർച്ചനയുടെ ഫോട്ടോ കാണിച്ച് അർച്ചനയെക്കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് രാജീവ് ഇപ്പോൾ ഓരോന്നും പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയ്ക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇത് കേട്ടപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് രാജീവായിരിക്കുമെന്നാണ് രാജീവ് പറയുന്നത് എന്ന് ഗോകുൽ പറയും. സമൃദ്ധ എൻ്റെ സഹോദരിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് രാജീവ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓർമ്മ കിട്ടിയാൽ ഗോകുലിനെ ഇട്ടിട്ട് പോകുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയ്ക്ക് അതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്നാൽ അത് ഗോകുലിന് മനസ്സിലാകുന്നുണ്ട്. അർച്ചനയ്ക്ക് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ രാജീവ് വീണ്ടും അത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, സമൃദ്ധ ഇപ്പോൾ രാജീവിൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണെന്നാണ് പറയുന്നത്. ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയാൽ സമൃദ്ധ വേറെ ആളാകുമോ എന്നാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ ഒന്ന് മടിച്ചാണെങ്കിലും ഒരു കള്ളം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗോകുൽ അർച്ചനയോട്. ഇത് കേട്ടിപ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കെൻ്റെ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിയേ പറ്റൂ. പക്ഷേ ഓർമ്മ തിരിച്ചു കിട്ടിയാലും ഞാൻ പഴയ സമൃദ്ധ തന്നെയല്ലേ എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട്. ഉടനെ ഇങ്ങനെ രാജീവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതുതന്നെയാണല്ലോ പ്രശ്നം. ഓർമ്മ തിരിച്ചു കിട്ടിയാൽ സമൃദ്ധ പഴയ അർച്ചനയിലേക്ക് തിരിച്ചു പോകുമെന്ന് എനിക്കല്ലേ അറിയൂ. സച്ചി ഇപ്പോഴും അർച്ചനയെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഞാൻ എങ്ങനെ പറയും
എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് രാജീവ്. ആശ്രമത്തിലേക്ക് പോകാനായി ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവന്തികയും വരുന്നുണ്ട് എന്ന് രാജീവിനോട് പറയുമ്പോൾ രാജീവ് ഒന്ന് ഞെട്ടുന്നുണ്ട്. വേണ്ട വേണ്ട എന്നിങ്ങനെ രാജീവ് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അത് മനസ്സിലാവുന്നില്ല. ഉടനെ ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എന്നെ ഓർത്ത് രാജീവ് ഇപ്പോൾ വിഷമിക്കണം, എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് അർച്ചന പറയുമ്പോൾ നമ്മുടെ കഷ്ടകാലമൊക്കെ ഇനി തീരും, ഈ യാത്ര നമുക്കെല്ലാവർക്കും ഒരു പുനർജന്മമായിരിക്കും എന്നും ഗോകുൽ പറയുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, പോകാൻ സമയമായി എന്ന് പറഞ്ഞിപ്പോൾ ഗോകുലും അർച്ചനയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞ് രാജീവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവന്തിക കൂടെ പോകുന്നത് അർച്ചന ഇല്ലാതാക്കാനാണ്. പക്ഷേ അത് പറഞ്ഞാൽ ഇനി മറ്റു പലതും പറയേണ്ടി വരും. എന്തായാലും സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് കൂടി ഗോകുൽ ഒറ്റയ്ക്കാകും, അതുറപ്പാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു രാജീവ്. എന്നിട്ട് അന്ന് അർച്ചനയെ പറ്റി ആരോടും പറയരുതെന്ന് പറഞ്ഞ് തന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞ് അവന്തിക ഭീഷണിപ്പെടുത്തിയ കാര്യവും രാജീവിനെ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം അവന്തികയെ കാണിക്കുന്നു. അവന്തിക ഇപ്പോൾ പോകാനായി റെഡിയായൊക്കെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ മൂർത്തി വരുന്നു. മൂർത്തിയോട് അവന്തിക ചോദിക്കുന്നുണ്ട്, ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന്. ആശ്രമമാണെങ്കിലും അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയെല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ്. ആശ്രമത്തിലെ അന്തേവാസികളും ജീവനക്കാരുമായി കുറേ ആളുകളുണ്ട്. സദാസമയം അവർ വരുന്നവരെയെല്ലാം ശ്രദ്ധിക്കും, ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത് എന്ന് മൂർത്തി പറയുന്നു. ജീവനക്കാരിലും അന്തേവാസികളും പ്രധാനപ്പെട്ട ചിലരുണ്ട്, അവരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് മൂർത്തി പറയുമ്പോൾ അവരുടെ ആരെങ്കിലും പേരറിയാമോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ഉടനെ മൂർത്തി പറയുന്നുണ്ട്, ഇല്ല, നമുക്ക് അവിടെ ചെന്നിട്ടെല്ലാം മനസ്സിലാക്കാം. പിന്നെ അവിടുത്തെ മരുന്നെടുക്കുന്ന സ്ഥലങ്ങളും ചികിത്സിക്കുന്ന സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂർത്തി ഇപ്പോൾ അവന്തികയ്ക്ക്. എന്നിട്ട് മൂർത്തി പറയുന്നുണ്ട്, നമ്മൾ കയ്യിലെടുക്കേണ്ടത് അവിടുത്തെ സാധാരണ ജീവനക്കാരെയോ അന്തേവാസികളെയോ അല്ല പിന്നെ എന്നിങ്ങനെ അവന്തിക ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട ആളെ തന്നെയാണ്, സിദ്ധനായ ശിവയോഗിയെ എന്നിങ്ങനെ മൂർത്തി പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവന്തിക. ഉടനെ തന്നെ ഇപ്പോൾ ആശ്രമവും അവിടുത്തെ സിദ്ധയോഗിയും കാണിക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.